ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാത്രമല്ല ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ചട്ടിപ്പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് ഈസി മെത്തേഡിലാണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഒരു ചട്ടിപ്പത്തിരി നമ്മളെ മലബാർ സൈഡിലുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ ഇത് നമുക്ക് സാധാരണ നമ്മൾ ഫില്ലിംഗ് എല്ലാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിംഗ് വെച്ചിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പം നമുക്ക് ഇതിലേക്ക് ആദ്യമായിട്ട് വേണ്ടത് ചിക്കൻ ഒരു 350 ഗ്രാം ഒന്ന് നമ്മൾ വേവിച്ചെടുത്തതാണ്. കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും ഉപ്പും ചേർത്തിട്ടൊന്ന് വേവിച്ചിട്ട് നമ്മൾ മിക്സിയിലൊന്ന് നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കുറച്ചൊരു ചെറിയ രീതിയിൽ വേണം ഒന്ന് നന്നായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ. പിന്നെ സവാള എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 3 സവാള, ഇപ്പോൾ വലുതാണെങ്കിൽ ഒരു 2 സവാള എടുത്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ ചെറുതായതുകൊണ്ട് ഞാൻ 3 സവാള എടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്തതിന് ശേഷം ഇതിന് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റാം. പിന്നെ അതിന് ശേഷം മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി ഒക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മളെ ഫില്ലിങ്ങിന് ബേസായിട്ട് വേണ്ടത് സവാളയും ബാക്കിയുള്ള ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളിയൊക്കെയാണ്. അപ്പോൾ കറിവേപ്പില കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ നന്നായിട്ട് ഒന്ന് പിച്ചെടുക്കുക തന്നെ വേണം. പിച്ചെടുത്താലും മാത്രം പോരാ, കുറച്ചും കൂടെ ചെറുതായിട്ട് വേണം ഇതിന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നുകൂടി എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ നമ്മൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. നല്ല സ്പൈസിയാണ് കേട്ടോ ഈ ഒരു മസാല, നല്ല ടേസ്റ്റിയും. അപ്പോൾ ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പ് മൈദ ആണ് ഞാനിവിടെ ചട്ടിപ്പത്തിരിയുടെ ദോശ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഒരു കപ്പ് മൈദ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് ആദ്യം നോക്കിയിട്ട് വേണം പിന്നെ ഒഴിക്കാൻ. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിൽ നമുക്കിതൊന്ന് നന്നായിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ചുകൂടെ വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പം എന്നാലേ നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ചട്ടിപ്പത്തിരിയുടെ ദോശ കിട്ടും. അപ്പം ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പം ഇനി ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് മാവ് ഒഴിച്ചിട്ട് ആ ഒരു സോസ് പാനിലാണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു സൈസിൽ ഞാനിപ്പം ദോശ തയ്യാറാക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഓരോ ദോശയായിട്ടും ചുട്ടെടുക്കാം. ഒരുപാട് നമ്മളിപ്പം തിന്നായിട്ട് അല്ലെങ്കിൽ ഒരുപാട് തിക്കായിട്ട് ഉണ്ടാക്കിയാൽ നമ്മൾ ചട്ടിപ്പത്തിരി ഒരിക്കലും ഒരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ അടിയിലത്തെ ലെയർ വന്നിട്ട് കുറച്ച് കട്ടിയിലായാലും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ആദ്യത്തെ ദോശ ഉണ്ടാക്കുന്നത് കുറച്ചൊരു കട്ടിയുള്ള രീതിയിലാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ദോശ റെഡി ആയിട്ടുണ്ട്. കുറച്ച് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, കുറച്ചൊരു കട്ടിയുള്ള ദോശയാണ്. അപ്പോൾ ഇനി നമുക്ക് സാധാരണ ബാക്കിയുള്ളതെല്ലാം ഞാനിപ്പോൾ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വേറൊരു പാത്രത്തിൽ നമ്മൾ ഒരു 2 മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. അപ്പം 2 മുട്ടയാണ് ഞാനിവിടെ എടുക്കുന്നത്. ടോട്ടലായിട്ട് 3 മുട്ട എടുത്തിട്ടുണ്ട്. ദോശയിലേക്ക് 1 മുട്ടയും മറ്റേ മുട്ടയുടെ മിക്സിലേക്ക് 2 മുട്ടയാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മുട്ട ഒന്ന് നന്നായിട്ട് നമുക്ക് ഫോർക്ക് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാൽ. അപ്പോൾ നമ്മൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പാലൊരു 1/2 കപ്പ് ഒഴിക്കുന്നുണ്ട് കേട്ടോ ഈ മുട്ടയുടെ മിക്സിലേക്ക്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിയില ചേർക്കുന്നുണ്ട്. അപ്പോൾ മല്ലിയില ഇതിൻ്റെ ഫ്ലേവർ നല്ല ടേസ്റ്റ് ഉണ്ടാവും മല്ലിയില ചേർത്താൽ. അപ്പോൾ ഒരു സോസ് പാനിലേക്ക് നമ്മൾ ഏത് പാത്രത്തിലാണ് ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാനിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ദോശ മുട്ടയുടെ മിക്സിലേക്ക് നമ്മളൊന്ന് മുക്കിക്കൊടുത്തതിന് ശേഷം ഫസ്റ്റ് ബേസ് നമ്മൾ ആദ്യം വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുട്ടയുടെ മിക്സിലേക്ക് ഒരു ദോശ മുക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലിലേക്ക് നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് സെൻറ്ററിലാക്കി തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ സൈഡിൽ വെച്ചാൽ നമ്മൾ ഇത് പൊട്ടിപ്പോയാൽ ആകെ അത്ര കാണാൻ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ സെൻറ്ററിലേക്ക് ആക്കിയിട്ട് വെച്ച് കൊടുത്താൽ മതി. ഒരുപാട് സൈഡിലേക്ക് വെച്ച് കൊടുക്കണ്ട. അപ്പോൾ കുറച്ചായിട്ട് വെച്ച് കൊടുത്താൽ മതി. നമ്മളിപ്പോൾ ഒരു 5 ലെയറെങ്കിലും എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ദോശ മുട്ടയുടെ മിക്സിലേക്ക് മുക്കിയിട്ട് ദോശ പിന്നെ മസാല അങ്ങനെ എല്ലാ ലെയറുമായിട്ട് നമുക്ക് വെച്ചുണ്ടാക്കാം.
അപ്പം നമ്മളിപ്പോൾ മസാല നല്ല സ്പൈസി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് കുരുമുളക് പൊടി ഈ മുട്ടയുടെ മിക്സിലേക്ക് ഇടുന്നില്ല. ഞാനാകെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇനി സെൻറ്ററിലേക്ക് മസാല, പിന്നെ ദോശ, മുട്ടയുടെ മിക്സിയിലേക്ക് മുക്കിയ ദോശ വെച്ചിട്ട് നമ്മൾ ലെയറായിട്ട് തന്നെ കൊടുക്കുക. അപ്പോൾ ഇത് 5ാമത്തെ ലെയർ ഞാനിപ്പോൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പം ബാക്കിയുള്ള നമ്മുടെ മുട്ടയുടെ മിക്സ് നമുക്ക് ഇതിൻ്റെ മേളിലേക്കും സൈഡിലേക്കെല്ലാം ഒന്ന് നന്നായിട്ട് ആക്കി കൊടുക്കാം. അപ്പോൾ ബാക്കി നമ്മൾ ഫില്ലിങ് വെച്ചിട്ട് കവർ ചെയ്യാത്ത എല്ലാ ഭാഗവും ഈ ഒരു മിക്സ് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ ഫില്ലായിക്കോളും. അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ബാക്കിയുള്ള മുട്ടയുടെ മിക്സ് ഇതിൻ്റെ പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു പഴയ പാന് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വേണം നമ്മൾ ഈ പാന് വെച്ച് കൊടുക്കാൻ. അപ്പോൾ ഞാനിപ്പം ഈ ഒരു പാന് നമ്മൾ ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയ ഈ ഒരു പാന് ഞാനിപ്പം ആ പാനിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഫ്ലെയിം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം ഒരു 20 മിനിറ്റ് നമ്മളിന്ന് വേവിച്ചെടുക്കാൻ. അപ്പോൾ നമ്മൾ ചട്ടിപ്പത്തിരി ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പാനിലേക്ക് നമുക്കൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മേലെയുള്ള ആ ഭാഗം നല്ല കളറായിട്ട് വരാനാണ്. കുക്കായിട്ട് ഓൾറെഡി ഉണ്ട്, പക്ഷേങ്കിൽ ആ കളറൊന്ന് ആ ടെക്സ്ചറൊന്ന് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനാണ് നമ്മളിന്ന് മറ്റേ പാനിലേക്ക് ഇന്ന് മാറ്റി കൊടുത്തത്. അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റും നല്ല ടേസ്റ്റിയും മാത്രമല്ല സിമ്പിൾ മെത്തേഡ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ചട്ടിപ്പത്തിരി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.